ISLന്റെ പുതിയ സീസൺ 2026 ഫെബ്രുവരി 14 ആരംഭിക്കുമെന്നാണ് ഫെഡറേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 14 ക്ലബ്ബുകളും പങ്കെടുത്തുകൊണ്ടാണ് ISL നടത്തുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും നിലവിൽ 6 ക്ലബ്ബുകൾ ഇനിയും തങ്ങളുടെ തീരുമാനം അറിയിക്കാനുണ്ട്. ചില കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ലഭിക്കാനുണ്ട്. അതിനുശേഷം തീരുമാനമെടുക്കാമെന്നാണ് ക്ലബ്ബുകളുടെ നിലപാട്. ബ്ലാസ്റ്റേഴ്സും അത്തരത്തിൽ നിലപാടെടുത്ത് നിൽക്കുന്ന ക്ലബ്ബുകളിൽ ഒന്നാണ്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിന്റെ തുക, സ്റ്റേഡിയത്തിനായിട്ടുള്ള തുക, ലീഗിലെ റെലഗേഷൻ എന്നീ കാര്യങ്ങളിലാണ് ഇനിയും വ്യക്തത വരാനുള്ളത്. ആ കാര്യങ്ങളിൽ വ്യക്തത വന്നതിന് ശേഷം കളിക്കാമെന്നാണ് ക്ലബിന്റെ നിലപാട്. ക്ലബ്ബുകളോട് വേണ്ട വിധത്തിൽ ആലോചിക്കാതെയാണ് ISLന്റെ തീയതി പ്രഖ്യാപിക്കപ്പെട്ടത്. അതുമൂലം മോശമായി ബാധിക്കപ്പെട്ട ക്ലബ്ബുകളിൽ ഒന്നുകൂടിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. ISL ആരംഭിക്കാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തി വിദേശ താരങ്ങളെ ടീം വിടാൻ ബ്ലാസ്റ്റേഴ്സ് നേരത്തെ അനുവദിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ടൂർണമെന്റ് പ്രഖ്യാപിച്ചത്. അതോടെ ക്ലബ്ബ് പ്രതിസന്ധിയിലാകുകയും ചെയ്തു. നായകൻ ലൂണ, നോവ സദോയി, തിയാഗോ ആൽവസ് എന്നിവരെല്ലാം ടീം വിട്ട് കഴിഞ്ഞു. ആൽവസ് പെർമനന്റായി ക്ലബ്ബ് വിട്ടപ്പോൾ ലൂണയും നോവയും വായ്പാ അടിസ്ഥാനത്തിലാണ് ക്ലബ്ബ് വിട്ടത്. സീസൺ തുടങ്ങിയാലും ഇവരെ തിരികെ കൊണ്ടുവരിക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാകും. കൂടാതെ ക്ലബ്ബ് ഫസ്റ്റ് ടീമിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഫെബ്രുവരി 14 ISL തുടങ്ങാനിരിക്കെ തയ്യാറെടുക്കാൻ കഷ്ടിച്ച് 1 മാസത്തെ സമയമാണ് ക്ലബിന് മുമ്പിലുള്ളത്. ഇനി വിദേശ താരങ്ങളുടെ പകരക്കാരെ കണ്ടെത്താൻ ക്ലബിന് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനും സമയം ആവശ്യമായി വരും. മൊത്തത്തിൽ ഇത്തവണ ISL കളിച്ചാലും വലിയ പ്രതീക്ഷകൾ വേണ്ട എന്ന് തന്നെ പറയാം. കൂടാതെ സീസണിൽ റെലഗേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു തലവേദനയാകും. മൊത്തത്തിൽ കടുത്ത പരീക്ഷണങ്ങളാണ് പുതിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളെ കാത്തിരിക്കുന്നത്.